ഹലോ, വെൽക്കം ടു പ്രിൻസി അൺഫിൽറ്റഡ്. അപ്പോ ഇന്നാണ് ആ ഒരു ദിവസം. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എന്താന്നല്ലേ, ഇന്നാണ് ഞങ്ങളുടെ കോൺവെക്കേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ. അപ്പം ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒക്ടോബറിൽ കഴിഞ്ഞു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസത്തോളമായി ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. സർട്ടിഫിക്കറ്റ് അവിടേക്ക് വന്നു. അപ്പൊ ഇന്നാണ് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് കോൺവെക്കേഷൻ പരിപാടി സെറ്റ് ചെയ്യണത്. അപ്പം അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. ഓക്കെ, കാരണം കഴിഞ്ഞല്ലോ അവിടുത്തെ കോഴ്സ്. ഇനി ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉള്ളത് ഈ ഒരു കോൺവെക്കേഷനാ. അപ്പം എങ്ങനെയായിരിക്കും എന്നറിയില്ല അവിടെ. അപ്പോ എന്റെ ബാക്കിലുള്ള ഈ ഒരു ഫ്രണ്ട്സ്, ഈ ഒരു ഗാങ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇന്ന് അടിച്ച് പൊളിച്ച് സെറ്റ് ആവാൻ പോവാ. അപ്പൊ ഇന്നിപ്പം സമയം 8:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് 10 മണിക്ക് അവിടെ പരിപാടി തുടങ്ങുന്ന പറഞ്ഞേക്കണേ. അപ്പൊ ഒരു 9:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് 10 മണിക്ക് അവിടെ എത്തുള്ളൂ. അരമണിക്കൂർ. അപ്പൊ വേഗം റെഡി ആവാം, പോവാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഇഡ്ഡലിയും ചട്നിയായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും ചായ എടുത്തിട്ടുണ്ട്. പക്ഷേ സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയില്ല, ഇഡ്ഡലി എനിക്ക് അധികം കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ അരി ഇഡ്ഡലിയും കഴിച്ചിട്ട് വേഗം റെഡി ആവാൻ പോയി. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഈ ഒരു ബ്ലൂ സാരി ഇവിടെ കുറെ ഒരു 10 വർഷമായിട്ട്, 11 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ അലമാരയിൽ ഇങ്ങനെ ഇരിക്കുക. എന്റെ ചേച്ചിയുടെ സാരിയാ. ഇതും ബ്ലാക്ക് ബോർഡർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു കളഞ്ഞു. ഒരു 11 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാരി. ഞാനൊരു ബ്ലൗസ് എടുത്തു. അപ്പൊ ഇന്ന് ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇടിവിട്ട് കളറാണ്. അയ്യോ, ഇത് കാണുമ്പം വെയിലത്തൊക്കെ നിൽക്കുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് ഓവർ ആയാലേ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞു. കോസ്റ്റ്യൂം അല്ല, ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വേഗം മേക്കപ്പിക്ക് പോകാം. എന്തായാലും ഒന്ന് ലേറ്റ് ആവും തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴറിഞ്ഞു എന്റെ റൂമിലെ ക്ലോക്ക് 10 മിനിറ്റ് സ്ലോ ആയി, 15 മിനിറ്റ് സ്ലോ ആയിരുന്നു. അപ്പൊ വേഗം റെഡി ആവാം. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നെന്തോ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടൊന്നിട്ട് പോയുള്ളൂ. സാരി എടുത്തു വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ. ഇനിയിപ്പം വെയിലത്തിറങ്ങിയാൽ ഇതിൻ്റെ കറക്റ്റ് കളറ് എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും ഫ്രണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോഴാണ് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല എന്ന് ഓർത്ത്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ബാഗിലേക്ക് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കാറിലിരുന്ന് അഡ്വഞ്ചറസ് ആയിട്ട് നെയിൽ പോളിഷ് ഇടാം. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഇതാണ് ഞങ്ങളുടെ ലോകം. ഞങ്ങളുടെ ഈ 2 കൊല്ലത്തിൻ്റെ എല്ലാ മെമ്മറീസും ഉള്ള ഞങ്ങളുടെ ഈ ഒരു ബോണ്ട് ഞങ്ങൾക്ക് തന്ന ഈ ഒരു ലോകം, ഞങ്ങളുടെ ലോകം. ഞങ്ങളുടെ ക്ലാസ് റൂം, ഞങ്ങളുടെ ഗാന്ധിജി. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കാൻ തോന്നുന്നു, എന്നാലും അടിപൊളിയാ. റീൽസ് എടുക്കാൻ വേണ്ടി ഡാൻസ് കളിച്ചതാ. കാലിൻ്റെ അവസ്ഥ ഇങ്ങനായി. കഴപ്പ് ചെറുതൊന്നുമല്ല, കയ്യിലിരിപ്പല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങളിത് ഗൗണും ക്യാപ്പൊക്കെ വെച്ച് നല്ല ചൂടെടുക്കണ്ടായിരുന്നു. വിയർത്തൊലിച്ചത് കണ്ടില്ലേ? ഞങ്ങളെല്ലാവരും ഗൗണും ക്യാപ്പൊക്കെ വെച്ച് വക്കീലന്മാരെ പോലെ. യെസ് യുവർ ഓണർ. അടിപൊളി. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡയറ്റിലെ റാഫി സാറായിരുന്നു. ആളുടെ അടിപൊളി പാട്ടും ഉണ്ടായിരുന്നു. അറിവുകൾ കഴിവുകൾ നേടാനായിട്ടൊരു നാളും മടി കാട്ടരുത്. അറിവുള്ളവനാണ് जाए बहार बड़ी मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा. ഇനി നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടണ ആ ഒരു ചടങ്ങ്. നമ്മളുടെ ഇത്രയും നാളത്തെ 2 കൊല്ലത്തിൻ്റെ ഫുൾ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. കുറേ ഉറക്കൊളിച്ചിരുന്ന രാത്രികളുടെയും കുറേ അധ്വാനത്തിൻ്റെയും എത്ര TMകൾ എഴുതി കൂട്ടിയേക്കണോ, അതിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എനിക്കറിയാം എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. 34 പേരുള്ളൊരു ബാച്ചായിരുന്നു ഞങ്ങളുടെ. പക്ഷേ എല്ലാവരുടെയും വീഡിയോ കാണിക്കാനായിട്ട് പറ്റില്ല. അതിനുശേഷം മെഴുകുതിരിയൊക്കെ കത്തിച്ച് പിടിച്ച് ഓതുണ്ടായിരുന്നു. അപ്പം മെഴുകുതിരി നല്ല ഇഷ്ടപ്പെട്ട കാരണം ഞങ്ങൾ അത് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലെഡ്ജ്, ടീച്ചേഴ്സിൻ്റെ പ്ലെഡ്ജാണേ. പിന്നെ ഞങ്ങൾ സീക്രട്ടായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൂട്ടി. As a teacher from
Krishna IT Pangat. I shall be true to our vision. More next generation. Filled with human feelings, rights and responsibilities. Without caste and creed. I shall use my knowledge. Skill, expertise and experience. For the good of all humanity. I shall commit my competency. അങ്ങനെ ഞങ്ങൾ തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അടുത്ത പരിപാടി ഇത് എൻഡോമെൻ്റ് ആണ്. അപ്പോൾ കുറച്ച് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ പ്രൈസും ഞങ്ങളിങ്ങനെ ഡെസ്കിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു യുദ്ധത്തിനുള്ള ഒരുക്കത്തിൽ നിന്ന പോലെ ഒരു മതിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇനി നിങ്ങൾ കാണാൻ പോണത് സ്ക്രിപ്റ്റിലില്ലാത്ത പരിപാടിയാണ്. അതായത് ആബിയുടെ ബർത്ത്ഡേ ആയിരുന്നു February 20th. പക്ഷെ ഞങ്ങൾ ഈ 7 എണ്ണവും ഓരോരോ വഴിക്ക് ഇങ്ങനെ പോണ കാരണം നീ ആ സ്കൂട്ടറിലിരിക്കണവളില്ലേ, അവൾക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് ജോലി കിട്ടിയത്. അപ്പം ഞങ്ങളൊക്കെ ഓരോ വഴിക്ക് പോണ കാരണം ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് ഇന്ന് ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇവളൊന്ന് ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഇവൾ നല്ല സർപ്രൈസ്ഡ് ആയിരുന്നു, കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ നമ്മളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇത് ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ഒരു കിറ്റ് നിറയെ സമ്മാനങ്ങളും കൂടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇത് ഈ വണ്ടിയിൽ എല്ലാവരും ഉണ്ട്. നമ്മളുടെ പരിപാടി ഉച്ചവരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഡിലേ ആയി 2:30 വരെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് വിശന്ന് വയറുന്നൊക്കെ നല്ലോണം വിളി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ തൃപ്രയാർ ബൈസിലേക്ക് പോയി. അവിടുന്ന് നല്ല മന്തിയും നല്ല അടിപൊളി ഒരു ചൂട് സുലൈമാനിയും കുടിച്ചു. ഇപ്പോഴൊരാശ്വാസമായത്. പിന്നെ വീട്ടിലെത്തി സമ്മാനമൊക്കെ കാണിച്ചു കൊടുത്തപ്പം ജെനിക്കും റോസൂനും നല്ല സന്തോഷമായി. കാരണം അവർക്ക് കളിക്കാൻ കുറച്ച് സാധനങ്ങൾ കിട്ടിയ പോലായിരുന്നു. അവരത് നേരെ വെക്കുന്നു, തീവണ്ടി പോലെ കാണിക്കുന്നു, പിന്നെ എന്തെങ്ങാണ്ടൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ നല്ല ഹാപ്പിയായി. കണ്ടില്ലേ റോസൊക്കെ കൈ കൊട്ടുന്നത്? അവരെന്തായാലും നല്ല ഹാപ്പി. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ സംഭവം, എന്തിനാ കിട്ടുമെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെ എൻ്റെ കാല് പൊട്ടി കുറച്ച് സീനായ കാരണം ഞാൻ പിന്നെ കാല് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. കാരണം ബ്ലഡൊക്കെ ക്ലോട്ടായിട്ട് ഇത്രയും നേരം ഇരുന്നതല്ലേ, അത് കാരണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു കോൺവൊക്കേഷൻ്റെ ഡേ. അപ്പം അടിച്ച് പൊളിച്ച് ഫുൾ സെറ്റ് ആയിരുന്നു. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഇന്നത്തെ ഒരു കോൺവൊക്കേഷൻ. കാരണം ചെറിയ രീതിക്കാണെങ്കിലും ഞങ്ങൾ എല്ലാവരും മനസ്സ് തുറന്ന് നന്നായി സന്തോഷിച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വിഷമം ഉണ്ടായത് ഞങ്ങളുടെ കൂട്ടത്തിലെ അക്ഷയ്, അവൻ അബ്രോഡ് പോണ കാരണം അവൻ നേരത്തെ പോയി. അപ്പം അവനായിട്ട് ഫോട്ടോസ് എടുക്കാനും പിന്നെ ഒന്ന് സംസാരിക്കാനും അതിനൊന്നും പറ്റിയില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പിന്നെ കാണാം. ബൈ. Thanks for watching.